guys, this is me, Neetu Francis from English പഠിക്കാം. ഞാനിവിടെ ഇൻ്റർവ്യൂവിനും സ്പോക്കൺ ഇംഗ്ലീഷിനും ക്ലാസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണോ? And by the time you form a sentence, the moment is gone. നിങ്ങൾ വിചാരിക്കും നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാൻ ഒട്ടും പറ്റത്തില്ല. നിങ്ങൾ കുറേ മെത്തേഡ്സും ട്രിക്സൊക്കെ യൂസ് ചെയ്തു, ഒരു പോസിബിൾ റിസൾട്ടും വന്നിട്ടില്ല എന്ന്. ഡോണ്ട് വറി, ഐ ഹാവ് ബീൻ ദെയർ ടു. ഇൻ ദിസ് വീഡിയോ ഐ എം ഗോയിങ് ടു ഡിസ്ക്ലോസ് ഹൗ ടു തിങ്ക് ഡയറക്ട്ലി ഇൻ ഇംഗ്ലീഷ്. സോ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീക്കിംഗ് സ്പീഡും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും സ്കൈ റോക്കറ്റ് ചെയ്യും. സോ ഇതിന് എന്താ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 1, സ്റ്റാർട്ട് സ്മോൾ. സോ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ചുറ്റുമുള്ള ഒബ്ജക്ട്സ് ഒക്കെ നോക്കുക. സോ ചെയർ ഉണ്ടെങ്കിൽ ചെയർ എന്ന് പറയുക. പിന്നെ സ്പൈസസ്, ഇപ്പം ഏലക്കയ്ക്ക് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? കാർഡമം. ബദാമിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ആമണ്ട്. സോ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. ഇംഗ്ലീഷ് വേർഡ്സ് നിങ്ങളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി വരും. സോ ഡോണ്ട് സ്റ്റാർട്ട് വിത്ത് ബിഗ് സെൻറ്റൻസസ്, സ്റ്റാർട്ട് സ്മോൾ. സോ ഗൈസ്, എവറി ലിറ്റിൽ ഹെൽപ്സ്. അതായത് നിങ്ങൾ ഈ ചെറിയ ഇംഗ്ലീഷ് വേർഡ്സ് പഠിക്കുമ്പോൾ തന്നെ വളരെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ എപ്പോഴും ഓർക്കുക, എവറി ലിറ്റിൽ വേർഡ്സ് ഹെൽപ്സ് വെൻ യു ആർ ട്രെയിനിങ് യുവർ ബ്രെയിൻ ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. സോ നിങ്ങളുടെ മൈൻഡിനെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് മലയാളം ടു ഇംഗ്ലീഷ് സ്വിച്ച് ചെയ്യേണ്ടതെന്ന്. സോ യു ആർ ആക്ച്വലി ഫോമിങ് തോട്ട്സ് ഇൻ ഇംഗ്ലീഷ് വിത്തൗട്ട് ട്രാൻസ്ലേറ്റിംഗ്. വൈ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്? നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഈ വാക്കുകളൊക്കെ, ഈ ചെറിയ ചെറിയ വാക്കുകളൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മോർ ഫ്ലുവൻ്റ് ആയിട്ട് എങ്ങനെ വരാനാന്ന്. സോ നിങ്ങൾ വിചാരിക്കണം, നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ചെറിയ ചെറിയ വാക്കുകളൊക്കെ നിങ്ങൾ പഠിക്കുമ്പം ബ്രെയിനിന് ആ ഒബ്ജക്ട്സൊക്കെ കാണുമ്പം എപ്പോഴും നിങ്ങൾ ആ വേർഡ്സ് പറയും. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് നാച്ചുറലായിട്ട് വരും. മാർക്ക് മൈ വേർഡ്സ് എവ്രി വൺ. സെക്കൻഡ് സ്റ്റെപ്പാണ് ട്രൈ ടോക്കിംഗ് ടു യുവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ്. അതായത് നിങ്ങൾ ചെറിയ ചെറിയ ടാസ്ക് ചെയ്യുമ്പം, നിങ്ങൾ കുളിക്കാൻ പോകുമ്പം, നിങ്ങൾ നടക്കാൻ പോകുമ്പം, നിങ്ങൾ കുക്കിംഗ് ചെയ്യുമ്പം നിങ്ങളോട് തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുക. അപ്പം നിങ്ങൾക്ക് പാർട്ട്ണറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ തന്നെ ചെറിയ ചെറിയ സെൻറ്റൻസസ് ഫോം ചെയ്യാം. പതുക്കെ സംസാരിക്കുക. ഫോർ ഇൻസ്റ്റൻസ്, ഐ എം ബ്രഷിങ് മൈ ടീത്ത്, ഐ നീഡ് ടു അയൺ മൈ ഡ്രസ്. സോ നിങ്ങൾ നിങ്ങളോട് തന്നെ ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങുമ്പം ദിസ് ഹെൽപ്സ് യുവർ ബ്രെയിൻ ഗെറ്റ് യൂസ് ടു ഫോമിങ് സെൻറ്റൻസസ് ഇൻ ഇംഗ്ലീഷ്. ദ മോർ യു ഡു ഇറ്റ്, ദ മോർ നാച്ചുറൽ ഇറ്റ് വിൽ ഫീൽ. അപ്പം നിങ്ങളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാനും തുടങ്ങും വിത്തൗട്ട് ട്രാൻസ്ലേറ്റിംഗ്. സോ കീപ് ടോക്കിംഗ് ടു യുവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ്. ദിസ് ഹെൽപ്സ് യുവർ ബ്രെയിൻ ടു സ്റ്റാർട്ട് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ് വിത്തൗട്ട് എഫേർട്ട്. സോ ഇതുമാതിരി പല്ല് തേക്കണ ഒരു ഹാബിറ്റ് അല്ലേ, അതുമാതിരി നിങ്ങൾ എല്ലാ ദിവസവും ഇംഗ്ലീഷിൽ വേർഡ്സ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് തിങ്ക് ചെയ്യാനും ഒരു ഹാബിറ്റായിട്ട് തീരും നിങ്ങൾക്ക്. തേർഡ് സ്റ്റെപ്പാണ് റോൾ പ്ലേ ഇൻ യുവർ ഹെഡ്. അതായത് സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് സ്മോൾ സിമ്പിൾ സിറ്റുവേഷൻസ് ഇൻ യുവർ ഹെഡ് ആൻഡ് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. നിങ്ങൾ വിചാരിക്കുക, നിങ്ങളിപ്പോൾ UK നിങ്ങളൊരു UK ഹോസ്പിറ്റലിൽ എങ്ങനെ നേഴ്സിനോട് സംസാരിക്കും ഇംഗ്ലീഷിൽ. അതുമാതിരി തന്നെ നിങ്ങൾ ഫ്ലൈറ്റിൽ പോവാണ്, എങ്ങനെ എയർ ഹോസ്റ്റസിൻ്റെ അടുത്ത് സംസാരിക്കും. സോ ഇങ്ങനെയൊക്കെ നിങ്ങളൊരു റിയൽ ലൈഫ് സിനാരിയോ ആലോചിക്കണം. നിങ്ങളൊരു ഷോപ്പിംഗ് മാളിൽ പോവാണ്, അപ്പോൾ അവിടെ വെച്ച് നിങ്ങൾ എങ്ങനെ കാഷ്യറിനോട് പറയും, ക്യാൻ ഐ പേ ബൈ ക്രെഡിറ്റ് കാർഡ്, ഡു യു ഹാവ് ദിസ് ഇൻ എ ലാർജർ സൈസ്. സോ നിങ്ങളിപ്പോൾ ആലോചിക്കുക, നിങ്ങളൊരു ഫോറിനറിനെ മീറ്റ് ചെയ്യുകയാണ് ആദ്യമായിട്ട്. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഫോറിനറിനെ. അപ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ പറയും, ഹായ്, മൈ നെയിം ഇസ് നീതു ഫ്രാൻസിസ്, ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു, വെർ ആർ യു ഫ്രം, വാട്ട് ബ്രിങ്സ് യു ഹിയർ. സോ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ബ്രെയിനിനെ പ്രാക്ടീസ് ചെയ്യും. ഒരു മെൻറ്റൽ പ്രാക്ടീസ് കൊടുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ റെസ്പോണ്ടും ചെയ്യും, ഇംഗ്ലീഷിൽ തിങ്കും ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ കം ഫോർ യു. സോ ദ മോർ യു ഡു ഇറ്റ്, the more confident and fluent you will become in English. Fourth step ആണ് യൂസ് ഇംഗ്ലീഷ് when you have emotions. അതായത് നിങ്ങൾക്കൊരു ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ എക്സൈറ്റഡ് ആവുമ്പോഴും നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാനും നിങ്ങൾ തിങ്ക് ചെയ്യാനും തുടങ്ങുകയാണെങ്കിൽ യു വിൽ റിമെമ്പർ ഇംഗ്ലീഷ് വേർഡ്സ് മച്ച് ബെറ്റർ. സോ ഇമോഷൻസ് വരുമ്പം നമ്മുടെ ബ്രെയിൻ കൂടുതൽ അറ്റൻഷനായിട്ടിരിക്കും. സോ നിങ്ങൾ ഇങ്ങനെ പറയാം, ഇപ്പോൾ ഫുഡ് ഭയങ്കര ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് പറയാം ദ ഫുഡ് ഈസ് വെരി ടേസ്റ്റി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആണെങ്കിൽ, വൈ ഐ ആം സോ ഇറിറ്റേറ്റഡ്. സോ ഡോണ്ട് ജസ്റ്റ് സ്പീക്ക് ഇംഗ്ലീഷ് ഓൺലി ഇൻ യുവർ ക്ലാസ്. പക്ഷേ നിങ്ങൾ ഇമോഷൻസ് വരുമ്പോഴും കൂടുതൽ ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യും. സോ ഇറ്റ് വിൽ ലുക്ക് മോർ നാച്ചുറൽ ആൻഡ് പവർഫുൾ. സോ ഫിഫ്ത്ത് സ്റ്റെപ്പാണ് ചേഞ്ച് യുവർ ഫോൺ ലാംഗ്വേജ് ടു ഇംഗ്ലീഷ്. നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഫോൺ യൂസ് ചെയ്യുക?
നിങ്ങൾ ആരെങ്കിലും വിളിക്കുമ്പോഴും നിങ്ങൾ ആരെങ്കിലും മെസ്സേജ് ചെയ്യുമ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നോക്കുമ്പം അതുമാതിരി തന്നെ നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പം സോ ഇങ്ങനെ നിങ്ങൾ ഫോൺ ലാംഗ്വേജ് സ്വിച്ച് ചെയ്യുമ്പം യു വിൽ ഓട്ടോമാറ്റിക്കലി സീ ആൻഡ് റീഡ് ഇംഗ്ലീഷ് വേർഡ്സ് എവറി ഡേ. സോ ഇത് കാരണം നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് യൂസ് ടു ഇംഗ്ലീഷ് വേർഡ്സ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേർഡ്സ് പെട്ടെന്ന് കിട്ടും. അതുമാതിരി നിങ്ങളുടെ റീഡിങ് സ്കിൽ ഇമ്പ്രൂവ് ആവും. നിങ്ങൾക്ക് വേറെ കുറച്ച് അധികം ടൈമൊന്നും എടുക്കണ്ട ഇംഗ്ലീഷ് പഠിക്കാൻ. ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ ഫോർ യു. സോ ഇതൊരു ഭയങ്കര പവർഫുൾ വേ ആണ് ഇഫ് യു വോണ്ട് ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്. തിങ്കിങ് ഇൻ ഇംഗ്ലീഷ് ഇസ് നോട്ട് എ ടാലൻറ്റ്, ഇറ്റ്സ് എ ഡെയിലി ഹാബിറ്റ്. തുടക്കത്തിൽ ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷേ നിങ്ങളിത് ഡെയിലി ഈ 5 സ്റ്റെപ്സ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ യുവർ ബ്രെയിൻ വിൽ സ്റ്റാർട്ട് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ് ബിഫോർ യുവർ മൗത്ത് ഡസ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ വേണോ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ബെറ്റർ ആക്കണോ, ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, മെസ്സേജ് അയയ്ക്കുക.